സൂപ്പർ എട്ടിലെ അവസാന മത്സരമായ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പോരാട്ടത്തിൽ സഞ്ജു സാംസന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യ ജയത്തിലേക്ക് അടുപ്പിച്ചത് കേട്ടോ. അതുമാത്രമല്ല സെമി പ്രതീക്ഷ എന്ന് പറഞ്ഞ ആ ഒരു സ്വപ്നത്തിലേക്ക് അടുപ്പിച്ചതും സഞ്ജു സാംസന്റെ ആ ഒരു ബാറ്റിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. സഞ്ജു സാംസന്റെ ഇതേ ഫോം തന്നെ സെമിയിലും കാണാനായിട്ട് പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സഞ്ജുവിൻ്റെ ആരാധകർ. എന്നാൽ കഴിഞ്ഞ കളിയിലെ അച്ചടക്ക നടപടി എന്നൊക്കെ വിധം സഞ്ജുവിനെ ബെഞ്ചിലിരിക്കേണ്ടി വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലോകകപ്പിന് മുന്നോടിയായിട്ട് ന്യൂസിലൻഡുമായിട്ട് നടന്ന പരമ്പരയിൽ 5 മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ആ 5 മത്സരങ്ങളിൽ മോശം ഫോമിനെ തുടർന്നായിരുന്നു ലോകകപ്പ് ടീമിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായിട്ടിരുന്ന സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കേണ്ടി വന്നത് കേട്ടോ. എന്നാൽ ലോകകപ്പിലെ രണ്ടാമത് കളിയായ നമീബിയക്കെതിരായിട്ട് നടന്ന കളിയിൽ അഭിഷേക് ശർമ്മയ്ക്ക് പനി കാരണം സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യേണ്ടി വന്നു. അതിലും മോശമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്തെങ്കിലും അഭിഷേക് ശർമ്മ തിരിച്ചു വന്നതോടുകൂടിയിട്ട് തന്നെ ലോകകപ്പ് പ്ലേയിങ് ഇലവനിൽ നിന്നും സഞ്ജു സാംസൺ മാറ്റി നിർത്തേണ്ടി വന്നു കേട്ടോ. എന്നിരുന്നാൽ തന്നെ തിരിച്ച് ടീമിലേക്ക് വന്ന അഭിഷേക് ശർമ്മയ്ക്ക് കാര്യമായിട്ട് ഒന്നും ടീമിന് വേണ്ടി ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, തുടർന്ന് 3 ഡക്ക് ഉൾപ്പെടെ വന്നതോടുകൂടിയിട്ട് തന്നെ സഞ്ജു സാംസനെ പ്ലേയിങ് ലെവലിന് കൊണ്ടുവരണം എന്നുള്ള ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല, സൗത്ത് ആഫ്രിക്കയുമായിട്ട് നടന്ന വമ്പൻ തോൽവി കൂടി ആയതോടുകൂടിയിട്ട് സഞ്ജുവിനെ ഇനി മാറ്റി നിർത്തിക്കൂടാ, ഇനി എന്തായാലും പ്ലേയിങ് ലെവലിൽ കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ടീമും സമ്മർദ്ദത്തിലാകുകയും അടുത്ത മത്സരമായ സിംബാബ്വെക്ക് എതിരായിട്ട് നടന്ന മത്സരത്തിൽ സഞ്ജുവിനെ ഓപ്പണിംഗ് ആയിട്ട് തന്നെ ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്തതോടു കൂടിയിട്ട് പ്ലേയിങ് ഇലവനിലും ഓപ്പണിംഗ് സ്ഥാനവും സഞ്ജുവിന് കൺഫേം ആകുകയും തൊട്ടടുത്ത് നടന്ന നിർണായക മത്സരമായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടന്ന മത്സരത്തിലും ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള എല്ലാവരും ബാറ്റിങ്ങിൽ പരാജയപ്പെട്ടപ്പോഴും സഞ്ജു ഒരു ഭാഗത്ത് നിന്ന് ടീമിനെ വിജയിപ്പിക്കാനായിട്ട് നയിക്കുകയായിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ICCI സഞ്ജു സാംസനെ എഗെയിൻസ്റ്റ് ആയിട്ട് നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, വെസ്റ്റ് ഇൻഡീസുമായിട്ട് നടന്ന കളിയിൽ വിജയശേഷം സഞ്ജു സാംസൺ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. മുട്ടുകുത്തിയിട്ട് ഹെൽമെറ്റ് താഴെ ഇട്ടുകൊണ്ടായിരുന്നു സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ഇപ്പോൾ ICCI നടപടിയെടുക്കാൻ മുതിർന്നിരിക്കുന്നത്. അഥവാ അങ്ങനെ നടപടി എടുക്കുകയാണെങ്കിൽ അത് സഞ്ജു സാംസനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു അറിവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ 2 ദിവസവും കൂടിയുണ്ട് സെമി ഫൈനലിനായിട്ട്. അതിന് മുൻപായിട്ട് ICCIയുടെ തീരുമാനം എന്തായാലും പുറത്തുവിടുന്നതായിരിക്കും. അത് സഞ്ജുവിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യം അപ്പോൾ അറിയാനായിട്ട് പറ്റുന്നുണ്ടോ.